ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസാണ്. യെസ്, നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ ക്ലൈമറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് കാരണം നമ്മുടെ ആളുകളുടെ സാമൂഹിക ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇന്യൂട്ടുകളെ കുറിച്ചാണ്. ആരായിരുന്നു ഇന്യൂട്ടുകൾ എന്നറിയോ? ആരായിരുന്നു ഇന്യൂട്ടുകൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ്? ജനവാസം കുറവുള്ള മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശമാണിത്. ഓക്കെ, അവിടെ താമസിക്കുന്ന കേട്ടോ ഇന്യൂട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ജനവാസം എന്താണ്? കുറഞ്ഞതാണ്. കംപ്ലീറ്റ് ആയിട്ട് മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു പ്രദേശമാണിത്. ഓക്കെ, അവിടെ എന്താണ്? യെസ്, പീപ്പിൾ അവിടുത്തെ ആളുകൾ എന്താ വിയർ ചെയ്യുന്നത്, എന്താ ഡ്രസ്സ് ഇടുന്നതാ? യെസ്, എയർ ടൈറ്റ് ഫുഡ് വെയർ അല്ലെ. എന്താണ്? യെസ്, വായു കടക്കാത്ത പാദരക്ഷ. അതായത് വായു കടക്കാത്ത രീതിയിലുള്ള എന്താണ് പാദരക്ഷകളിൽ ചെരുപ്പൊക്കെയാണ് അവർ ധരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയോ ക്ലോസ് മെയ്ഡ് ഓഫ്, അതായത് എന്താണ്, രോമനിർമ്മിതമായ വസ്ത്രങ്ങളൊക്കെ ആയിരുന്നു അവിടങ്ങളിലെ ആളുകള് ധരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ജനവാസം കുറഞ്ഞതാണ്, നല്ല മഞ്ഞുമൂടി കിടക്കുന്ന ഒരു ഏരിയ ആണ്. അവിടെ എന്താണ്? യെസ്, വായു കിടക്കാത്ത ഷൂ ഒക്കെയാണ് ഇടുക. പിന്നെയോ വസ്ത്രമായാലും എന്താ, രോമനിർമ്മിതമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ആയിരുന്നു അവിടുത്തെ ആളുകൾ ധരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നോക്കിയോ, അവര് ഈ ട്രാവൽ ചെയ്യുന്നത് വളർത്തുനായകൾ വലിക്കുന്ന പരന്ന സ്ലഡ്ജുകളിലാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, ഇതാക്കണ്ടോ, വളർത്തുനായ്ക്കൾ കഴിക്കുന്ന സ്ലഡ്ജുകളാണ് കേട്ടോ. സ്ലഡ്ജുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കോ, ട്രാവലിംഗ് ഓൺ ഫ്ലാറ്റ് സ്ലഡ്ജസ് പുൾഡ് ബൈ ഡൊമസ്റ്റിക്കേറ്റഡ്. അവര് ഡൊമസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ വളർത്തുന്ന നായ്ക്കളെ അവരുടെ എന്താണ് യെസ്, അവര് വലിക്കുന്ന പരന്ന സ്ലഡ്ജുകളിലാണ് അവർ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയുള്ളത് എന്താ? 6 മാസത്തോളം നീളുന്ന നല്ല ശൈത്യകാലമായിട്ട്. അവർക്ക് എന്താണ്? 6 മാസമുള്ള കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് ശൈത്യകാലം അല്ലെങ്കിൽ വിന്റർ സീസൺ ആണ് ഉണ്ടാവുക. ആ സമയം, ഈ ഒരു 6 മാസക്കാലത്തേക്ക് അവരെന്താ, ആ ഒരു ഇഗ്ലൂ, അവർ താമസിക്കുന്ന ആ ഒരു ഏരിയ ആണ് എന്ത്, ഇഗ്ലൂ എന്നറിയപ്പെടുന്നത്. 6 മാസത്തോളം അവരെന്താണ് ഇഗ്ലൂവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല. കാരണം അത്രയും തണുപ്പായിരിക്കും ആ ഒരു ഏരിയയിൽ. ഓക്കെ, നോക്കിക്കോ, അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നല്, പായൽ, ഇതൊക്കെയാണ് അവിടെ വളരുന്ന സസ്യങ്ങൾ എന്ന് പറഞ്ഞാല്. നോക്കിക്കോ, അവിടെ നമ്മുടെ തിമിംഗലം, വെയിൽസ്, മത്സ്യങ്ങൾ, ഫിഷസ്, ഹിമമൂങ്ങ അല്ലെ, സ്നോ ഓൾസ്, ദെൻ സീൽ, ഹിമക്കരടി, ഇതൊക്കെയാണ് ഇവിടങ്ങളിൽ കാണുന്ന പ്രധാനപ്പെട്ട ജന്തുവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അവിടുത്തെ എന്താ, കംപ്ലീറ്റ് ആയിട്ട് മഞ്ഞാണ് അല്ലെ. ഇനി വേറൊന്നാണ് എന്താ? യെസ്, ഉഷ്ണമരുഭൂമികൾ. ഓക്കെ, ഉഷ്ണമരുഭൂമികൾ അല്ലെങ്കിൽ എന്താ, ട്രോപ്പിക്കൽ ഡെസേർട്സ് എന്ന് പറയുന്നത് അല്ലെ. വിശാലമായ മണൽപ്പരപ്പുകൾ, അതായത് മണൽപ്പരപ്പുകളും. യെസ്, അവിടെ എന്താണ്? യെസ്, ഏരിയ സാൻഡ് ആൻഡ് സാൻഡേൺസ് ആർ ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് റീജിയൻ. എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് മണൽപ്പരപ്പുകളും മണൽക്കുന്നുകളാണ് എന്താ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? പകൽ ഭയങ്കര അല്ലെ, ഡേ ടൈമിൽ ഭയങ്കര ടെമ്പറേച്ചർ ആയിരിക്കും. പിന്നെയോ നൈറ്റ് ആകുമ്പോൾ എന്താണ്? ടെമ്പറേച്ചർ ലോ ആവും. നൈറ്റ് ആകുമ്പോൾ ടെമ്പറേച്ചർ, താപം കുറയും. പകല് ഭയങ്കര ചൂടായിരിക്കും, പക്ഷെ നൈറ്റ് ആകുമ്പോൾ എന്താണ്? അത് കുറയുന്നുണ്ട്. ഈ പ്രദേശങ്ങളിൽ എന്താണ്? ജനവാസം ഏരിയസിൽ എന്താണ്? പോപ്പുലേഷൻ ലെസ് പോപ്പുലേറ്റഡ് ആണ്. ജനവാസം എന്താണ്? കുറവാണ്. പിന്നെയോ യെസ്, ലൂസ് ക്ലോത്തിങ് ആണ് അല്ലെ, അയഞ്ഞ വസ്ത്രങ്ങളും. ഹെഡ്രസ് ദാറ്റ് കവേഴ്സ് ഓഫ് ദ ഫേസ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെസേർട്ട് ഡ്വെല്ലേഴ്സ്. അതായത് അതായത് വസ്ത്രങ്ങൾ മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രമാണ് എന്ത്, മരുഭൂമി നിവാസികളുടെ വസ്ത്രധാരണ രീതി എന്ന് പറയുന്നത്. അവർ ക്യാമൽസ് ഉപയോഗിച്ചിട്ടാണ് എന്ത്, ട്രാവൽ ചെയ്യാനും സാധനങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ എന്താണ്, ക്യാമൽസ് എന്താണ്, ഒട്ടകങ്ങളൊക്കെ ആയിരുന്നു അവരെന്താണ് യെസ്, യാത്ര പോകാനാണെങ്കിലും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, 2 ടൈപ്സ് ഓഫ് ജനവാസം നമുക്ക് മനസ്സിലായില്ലേ. ഒന്ന് മഞ്ഞ് മൂടി കിടക്കുന്നതാണ്, ഒന്ന് ഭയങ്കര ടെമ്പറേച്ചറിലാണ്, ഭയങ്കര ചൂട് കൂടുതലുള്ള ഒരു ഏരിയ ആണ് അല്ലെ. അപ്പൊ എന്താണ്, നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം സാമൂഹിക ജീവിതത്തിൽ നല്ല വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങളില്ലേ, ഡിഫറെന്റ് ആയിട്ട് നമുക്ക് തോന്നിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതേപോലത്തെ കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.